സാമ്പാർ എന്ന് പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നൊരു ചിത്രമുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ളൊരു സാമ്പാർ, നല്ല വറുത്തരച്ച ഉള്ളി സാമ്പാർ. അതിൻ്റെ രുചിയും മണവും സ്വാദും ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അന്നും ഇന്നും എനിക്കതൊരു നൊസ്റ്റാൾജിക് മെമ്മറി ആയിട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ കിടക്കുകയാണ്. അതിനുശേഷം ഇന്നേ വരെ എനിക്ക് അത്രയും ടേസ്റ്റിലുള്ള ഒരു ഉള്ളി സാമ്പാർ കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലത്താണ് ഞാൻ ഈ പ്രാൻസിൻ്റെ കൂട്ടുപെരുങ്കായപ്പൊടി വാങ്ങിക്കുന്നത്. ഇത് വാങ്ങിച്ച് പിന്നെ എനിക്ക് ആ പഴയ രുചി ഉണ്ടല്ലോ എൻ്റെ നാവിൻ തുമ്പത്ത് ഇങ്ങനെ ഊഞ്ഞാലാടി കളിക്കുക. എങ്ങനെയാണ് ആ സാമ്പാർ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പൊ അതിനായിട്ട് ഒരു കുക്കറിലോട്ട് 1 കപ്പ് സാമ്പാർ പരിപ്പ് ഞാനിവിടെ കഴുകി എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളം, 1 ടീസ്പൂൺ അളവിൽ ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളക് കീറിയതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ടുണ്ടല്ലോ നമുക്കൊരു ചട്ടിയിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം ഒരു 25 ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു സവോള കനം കുറച്ചരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചിയും 7 അല്ലി വെളുത്തുള്ളിയും കൂടെ കനം കുറച്ചരിഞ്ഞതും കൂടെ ഇതൊന്നും ചേർത്ത് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു തക്കാളി, മീഡിയം സൈസ് വലിപ്പത്തിൽ തക്കാളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് നമ്മുടെ പ്രാൻസിന്റെ കൂട്ടുപെരുങ്കായപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പതേ നമ്മുടെ ആ ഒരു മണം ഉണ്ടല്ലോ നമ്മുടെ മൂക്കിൻ തുമ്പത്ത് ഇങ്ങനെ ആടിക്കളിക്കും കേട്ടോ. അത്രയ്ക്ക് നല്ല രുചിയുള്ള മണമാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ആ പരിപ്പുണ്ടല്ലോ അതും കൂടെ ഇതിലോട്ട് ചേർത്തിട്ടേ ആ കുക്കർ ഉണ്ടല്ലോ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഒരു നെല്ലിക്കാ വലുപ്പത്തിൽ കുറച്ച് പുളി പിഴിഞ്ഞിട്ട് ആ ഒരു വെള്ളം കൂടെ നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. തിളച്ച് വരുമ്പോണ്ടല്ലോ ആ ഒരു സ്മെല്ല് പറഞ്ഞറിയിക്കാൻ വയ്യാട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇതിൽ നിന്ന് വരുന്നേ. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ വറുത്തരച്ചതും കൂടെ ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ട്. അപ്പൊ അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാട്ടോ. ഈ ഒരു സമയം കൊണ്ട് ഇതേ നമ്മുടെ സാമ്പാർ ഇവിടെ വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള അരപ്പുണ്ടല്ലോ നമ്മുടെ തേങ്ങ വറുത്തരച്ച അരപ്പ് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താലുണ്ടല്ലോ നമ്മുടെ ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്കിതിലോട്ട് വറവിട്ട് കൊടുക്കാം. അപ്പൊ അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് കടുകും ഒരല്പം ഉലുവയും നമ്മുടെ കായപ്പൊടിയും ഉണക്കമുളകും കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്താലുണ്ടല്ലോ നമ്മുടെ വറവ് റെഡി ആയിട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മളത് തുറന്ന് നോക്കിയാലുണ്ടല്ലോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വറുത്തരച്ച ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടോ. ഇതിന്റെ രുചിയുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാ.